ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടി സി മുഖേന വന്ന കുട്ടികളെ നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിന് നമ്മൾ എടുക്കേണ്ടത് ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അതിൽ മാനേജ് സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ എടുക്കണം. ഇപ്പോൾ നിലവിൽ ഇതിൽ പെൻഡിങ് റിപ്പോർട്ട് ഔട്ട്, പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടി സിയുമായി വന്ന കുട്ടികളുടെ ലിസ്റ്റ് അതിലാണ് കാണുക. ട്രാൻസ്ഫർ റിപ്പോർട്ട് ഔട്ട് ഇന്ന്, അതേപോലെ തന്നെ അടിയിൽ ട്രാൻസ്ഫർ ആയ സ്റ്റുഡൻറ്റ്, ഇങ്ങനെ 3 എണ്ണം കാണാൻ കഴിയും. ഇതിലിപ്പോൾ നിലവിൽ ഒന്നും ഡാറ്റ ഉള്ളതായിട്ട് കാണാൻ കഴിയണില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വ്യൂ ഓൾ, ഇത് ഇപ്രാവശ്യം പുതിയത് വന്ന ഓപ്ഷനാണ്. വ്യൂ ഓൾ എന്നത് പ്രസ് ചെയ്യാം. അതിൻ്റെ ശേഷം വീണ്ടും മാനേജ് സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ ഓൺ ആക്കിയാൽ അതിൽ ലിസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഔട്ട്, ട്രാൻസ്ഫർ റിപ്പോർട്ട് ഔട്ട്, നമ്മൾ ഇവിടെ നിന്ന് ടി സി കൊടുത്ത കുട്ടികളാണ്. ഇതിൽ ക്യാൻസൽ കാണുന്നത് വിട്ട മദ്രസക്കാർ സ്വീകരിക്കാത്ത, അപ്രൂവൽ അവിടെ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ക്യാൻസൽ കാണുന്നത്. അതേപോലെ റിപ്പോർട്ട് ഇന്ന്, ഇങ്ങോട്ട് വന്ന ടി സിയുമായി വന്ന കുട്ടികൾ അത് പെൻഡിങ്ങിലാണ് ഇവിടെ ഉണ്ടാവുക. അവിടെ 3 കുട്ടികളെ കിടക്കുന്നുണ്ട്. ഇനി ആ കുട്ടികളെ, ഈ 3 കുട്ടികളെ നമ്മൾ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഇതിൻ്റെ അവസാനത്തിൽ അപ്രൂവ് ഉണ്ടാവും. ആ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുക ഈ ട്രാൻസ്ഫർ റിപ്പോർട്ട് എന്നതിലായിരിക്കും. പക്ഷേ അത് നമുക്ക് കുട്ടികളൊന്ന് ക്ലാസ്സിലേക്ക് കയറ്റി നോക്കാം. ഖദീജ എന്ന ഈ കുട്ടിയെ ക്ലാസ്സിലേക്ക് കയറ്റാണ്. നിലവിൽ 2ാം ക്ലാസ്സിലേക്കാണ് ടി സി വന്നിരിക്കുന്നത്. ഡിവിഷൻ കൊടുത്തു, പിന്നെ പേര് കാര്യങ്ങളൊക്കെ അവിടെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അഡ്മിഷൻ ഡേറ്റാണ് ഇനി കൊടുക്കേണ്ടത്. 2027/10 കഴിഞ്ഞ വർഷത്തെ ചെയ്യാൻ പെൻഡിങ്ങിലുള്ളതാണിത്. അഡ്മിഷൻ നമ്പർ 133. നമ്മൾ ടി സിയുമായി വരുമ്പോൾ അപ്പോഴേക്കപ്പോഴേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടാവില്ല. കൃത്യമായ എണ്ണം നമ്മളെ സൈറ്റിലുണ്ടാവും. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തു, ബാക്കി ഡീറ്റെയിൽസൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്രൂവ് കൊടുക്കണം. ട്രാൻസ്ഫർ അപ്രൂവ്ഡ്, ഓക്കെ. ഇനി ഇപ്പോൾ ഇതിൽ നമ്മൾ 2 കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. 2 കുട്ടികളായിട്ട് ഇതിൽ മാറിയിട്ടുണ്ട്. ഇനി ഒരു കുട്ടിനെയും കൂടി നമ്മളിതിൽ അപ്രൂവ് ചെയ്യാനുണ്ട്. റിഹാൻ എന്ന കുട്ടിനെ. അപ്പോൾ അതിന് അപ്രൂവ് കൊടുക്കുകയാണ്. അപ്രൂവ് കൊടുത്തു. ഇനി അതിന് നമ്മൾ ഡിവിഷൻ കൊടുത്തു, നേരത്തെ കൊടുത്ത മാതിരി അഡ്മിഷൻ ഡേറ്റ്, അഡ്മിഷൻ നമ്പർ. അഡ്മിഷൻ നമ്പർ, ആ കുട്ടിയും നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാനേജർ സ്റ്റുഡൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ഇന്ന് എന്നതിൽ 2 കുട്ടികൾ വന്നിട്ടുണ്ടാവും. ആ കുട്ടീൻ്റെ ടി സി വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ ഫയലിൽ സൂക്ഷിക്കാവുന്നതാണ്. കുട്ടി ടി സി ഇല്ലാതെയാണ് വന്നതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ 2 കുട്ടികൾ നിലവിൽ ഒരു മദ്രസക്കാർ കഴിഞ്ഞ വർഷം കയറ്റേണ്ട കുട്ടികളായിരുന്നു. അവരെ
കഴിഞ്ഞ വർഷം കയറ്റിയിട്ടില്ല. അപ്പോൾ നിലവിൽ ആ കുട്ടികൾ 2ാം ക്ലാസ്സിൽ രജിസ്റ്ററിലൊക്കെ കയറ്റി, പക്ഷേ സൈറ്റിൽ ചെയ്യാത്തത് കൊണ്ട് അവിടെ പെൻഡിങ്ങിലായതാണ്. ഇപ്പോൾ ഈ കുട്ടികൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് ക്ലാസ് 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തത് ഒന്ന് 2ാം ക്ലാസ്സിലും ഒന്ന് 4ാം ക്ലാസ്സിലാണ് ഉള്ളത്. ഇനി അതിനെ നമുക്ക് മൂന്നാം ക്ലാസ്സിലേക്കും 5ാം ക്ലാസ്സിലേക്കും മാറ്റണം. അപ്പോൾ നമ്മൾ സാധാരണ അപ്ഗ്രേഡ് സ്റ്റുഡൻറ്റ് ഓപ്ഷൻ നമുക്കറിയാം. അതിൽ നമ്മൾ 4ാം ക്ലാസ്സിലേക്ക് മാറ്റേണ്ട കുട്ടി, അപ്പോൾ അത് 3ാം ക്ലാസ്സിലാവും നിലവിലുണ്ടാവുക. അപ്പോൾ 3ാം ക്ലാസ് എടുത്തു, 3ാം ക്ലാസ് വ്യൂ കൊടുത്തു. കുട്ടിൻ്റെ പേര് നമ്മൾ നോക്കി, പേര് രണ്ടാം ക്ലാസ്സിലാണ് ആ കുട്ടി ഉള്ളത്. ആ കുട്ടി ഇപ്പോൾ നിലവിൽ 3ലാണ് ആ കുട്ടി വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2ാം ക്ലാസ് വ്യൂ കൊടുത്തു. ഇതിൽ ആ കുട്ടിനെ നമുക്കൊന്ന് കണ്ടെത്താം. ഖദീജ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ കുട്ടിനെ പാസ് കൊടുത്തതിൻ്റെ ശേഷം അടിയിൽ ക്ലാസ് നമ്മൾ 3ലേക്ക് മാറ്റി. ആ കുട്ടി ഇപ്പോൾ 3ലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി ഉള്ളത് 4ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടിയാണ്. ആ കുട്ടിനെ നമ്മൾ 5ലേക്ക് മാറ്റണം. കുട്ടിൻ്റെ പേര് റിഹാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കുട്ടിനെ പാസ് കൊടുത്ത് 5A നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മാനേജ് സ്റ്റുഡൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മാനേജ് സ്റ്റുഡൻറ്റിൽ നമ്മളിപ്പോൾ ഒരു കുട്ടിനെ 3ാം ക്ലാസ്സിലേക്കാണ് മാറ്റിയത്. 3ാം ക്ലാസ് എടുത്തു, 3ാം ക്ലാസ് വ്യൂ ചെയ്തു. ഇപ്പോൾ ഇതിൽ നമ്മൾ 3ാം ക്ലാസ്സിലേക്ക് മാറ്റിയ കുട്ടി ഇവിടെ 18ാം നമ്പറായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി 5ാം ക്ലാസ്സിലേക്കാണ് മറ്റേ കുട്ടീനെ നമ്മൾ മാറ്റിയത്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് വ്യൂ കൊടുക്കാം. ബാക്കിയുള്ള കുട്ടികളൊന്നും 5ലേക്കുള്ള കുട്ടികളെ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഈ കുട്ടി മാത്രം 5ൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ഓക്കെയാണ്. ഈ രൂപത്തിലാണ് TCയുമായി വന്ന കുട്ടിയെ ആഡ് ചെയ്യേണ്ടത്.